എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ചരിത്ര ദിവസമാണ് ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം നമ്മൾ ചിന്തിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള റിസൾട്ട്, അത് നേരെ മറിയുന്ന അങ്ങനെ പല കാഴ്ചകളുമായിരുന്നു നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. 4 സംസ്ഥാനങ്ങളിലും അതോടൊപ്പം പുതുച്ചേരി, പോണ്ടിച്ചേരിയിലും റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. നമ്മൾ ആദ്യം കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലുണ്ടല്ലോ, VD സതീശൻ, ദ റിയൽ ലീഡർ, ബിഗ് സല്യൂട്ട്. ഭയങ്കര തന്നെ എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? വർഷം 2021 ഇലക്ഷന്, അതായത് 2016 LDF കയറി ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുന്നണി തന്നെ വീണ്ടും ഭരിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് വിജയം സുനിശ്ചിതമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ LDF 2021 ഇലക്ഷന് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ചരിത്രത്തിലാദ്യമായിട്ട് രണ്ടാമതെയും അടുപ്പിച്ച് അധികാരത്തിൽ വരികയാണ്. അന്ന് UDFൻ്റെ സീറ്റ് എത്രയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വെറും 41 സീറ്റ്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നൊരു മുന്നണിയുടെ പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശൻ അധികാരത്തിലേൽക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു ദൗത്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം UDFൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് കഴിഞ്ഞാൽ, നേതാക്കൾ തന്നെ തമ്മിത്തല്ലലാണ്, പാര വയ്ക്കലാണ്, ഒരുത്തം വളർന്നു വന്നാൽ അവനെ വെട്ടിത്താഴ്ത്തിടുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ UDFനെ സംബന്ധിച്ചുണ്ടായിരുന്നല്ലേ. കേരള ചരിത്രത്തിൽ UDF ഇത്രയും തിരിച്ചടി നേരിട്ടിട്ടില്ല. നേതാക്കളെല്ലാം തമ്മിത്തല്ല് മാത്രമല്ല, മറുഭാഗത്ത് LDF പിണറായി വിജയനെ അവരുടെ ഒരു സോൾ ഐഡൻറ്റിറ്റി ആയിട്ട്, ഒരു ഏക ദൈവമായിട്ട് പ്രതിഷ്ഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയമാണ്. ആ ഒരു 5 വർഷങ്ങളാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ എന്തെല്ലാം വെല്ലുവിളികളാണ് ഈ ഒരു പ്രസ്ഥാനം നേരിട്ടതെന്നറിയാം. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, അത് എന്ത് വലിയ വിവാദമായിരുന്നു കേരളത്തിലല്ലേ. അങ്ങനെ അനേകം 100 കണക്കിന് വിവാദങ്ങളും ഒക്കെ ഈ ഒരു പ്രസ്ഥാനം നേരിട്ടു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവാദം എന്തായിരുന്നു? ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സമയത്തായിരുന്നു. ഇപ്പോൾ ഞാൻ ചേർത്തല മണ്ഡലമാണ്, തൊട്ടടുത്ത മണ്ഡലമാണ് അരൂര് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവർ ജയിച്ചു കേട്ടോ, ഷാനിമോൾ ഉസ്മാൻ. അപ്പോൾ ഒരു പ്രകടനത്തിൻ്റെ വീഡിയോ ഞാൻ കാണുകയാണ്. ഷാനിമോളെ മൂരാച്ചി എന്ന് വിളിച്ച് പോവുകയാണ്. ആരാ വിളിച്ച് പോകുന്നത്? LDF ആണോ? അല്ല, കോൺഗ്രസ്സുകാർ തന്നെ. എല്ലായിടത്തും തമ്മിത്തല്ലലും ചെളിവാരി എറിയലും തമ്മിലടിയൊക്കെ ആയിരുന്നല്ലേ. അപ്പോൾ അതായിരുന്നു ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്. ആ ഒരു സംഭവത്തെയാണ് VD സതീശൻ എന്ന് പറയുന്ന ആ ഒരു കരുത്തനായിട്ടുള്ള മനുഷ്യൻ പക്ക വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഒരുപാട് നാൾക്ക് മുമ്പേ തന്നെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു, 100ന് മുകളിൽ സീറ്റ് ഞങ്ങൾ ഉറപ്പായിട്ടും തൂക്കും, മാത്രമല്ല 1 ഡസനിലധികം മന്ത്രിമാർ തൂക്കുമെന്നല്ലേ പറഞ്ഞപടി അച്ചട്ടായി എന്ന് നമ്മൾ പറയത്തില്ലേ. 102 സീറ്റ് എന്ന കേരള ചരിത്രത്തിലെ ഏറ്റവും മിന്നുന്ന ജയം UDF കാഴ്ചവെക്കുകയാണ്. അത് കംപ്ലീറ്റ് നമ്മളൊരു കൊട്ടാരം കെട്ടിയിട്ട് തകർന്ന് തരിപ്പണമായി നിലംപരിശായി ആ ഒരു പൊടിയിൽ നിന്ന് ഫീനിക്സ് പക്ഷിയൊക്കെ ഉയർന്നു വരിക എന്ന് പറയത്തില്ലേ. ഇവിടെ തനിയെ ഉയർന്നു വരത്തില്ല, അതിനെ ഉയർത്തിയെടുക്കണമായിരുന്നല്ലേ. അതാണ് സത്യം പറഞ്ഞാൽ VD സതീശൻ മുന്നിൽ നയിച്ച് 102 സീറ്റ് എന്ന് പറയുന്ന സ്വപ്നതുല്യമായിട്ടുള്ളൊരു സീറ്റിലേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കരം തന്നെ. മാത്രമല്ല, പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് 1 ഡസനിലധികം മന്ത്രിമാർ തോക്കുമെന്നുള്ളതാണല്ലേ. 13 മന്ത്രിമാർ, ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 കേട്ടോ. 13 മന്ത്രിമാരുണ്ടല്ലോ LDFിലുണ്ടായിരുന്ന മന്ത്രിമാർ. അതിൽ ഏറ്റവും പേരുകേട്ട മന്ത്രി ആരായിരുന്നു? ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ അടക്കം തൂക്കുകയാണ്. ഗണേഷ് കുമാറിൻ്റെ ഒരു ചരിത്രം നിങ്ങൾക്കറിയാവോ? 2001 മുതൽ അദ്ദേഹം അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. ഇന്നേ വരെ തോറ്റിട്ടില്ല. ഈ 25 വർഷമായിട്ട്, 1/4 നൂറ്റാണ്ടായിട്ട് തോൽവി എന്താണെന്നറിയാതെ, തോൽവിയുടെ രുചി അറിയാതെ വളർന്ന നിയമസഭയിലെത്തി മന്ത്രിയായ മനുഷ്യനാണ്. ഇപ്പോഴത്തെ വലിയൊരു തോൽവി ഗണേഷ് കുമാർ നേരിട്ടിരിക്കുകയാണ്. ഇപ്പോഴൊരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലേ, എന്ത് പൊസിഷനിലിരുന്ന ആളാണല്ലേ. ഒരുപാട് നയങ്ങളും നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമ്മൾ പറയാൻ പോവുകയാണ് കേട്ടോ. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ BJPയെ സംബന്ധിച്ച് കേരളത്തിൽ അവർക്ക് ഭയങ്കര വിജയമാണുള്ളത്. കാരണം 1 സീറ്റ് പോലും ഇല്ലായിരുന്നു. 2016 ഇലക്ഷന് നിയമത്തൊരു സീറ്റ് കിട്ടി, രാജഗോപാൽ. അത് സഹതാപ വോട്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ്, ഒരുപാട് തവണ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു സഹതാപ തരംഗത്തിലായിരുന്നു വോട്ട് കിട്ടി ജയിച്ചിട്ടുണ്ടായിരുന്നത്. 2021 ആയപ്പോഴേക്കും ശിവൻകുട്ടി വീണ്ടും ജയിക്കുകയാണ്. ആ ഒരു അക്കൗണ്ട് പൂട്ടി താക്കോലിട്ടു എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുകയാണല്ലേ. എന്നാൽ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി നോക്കുകയാണ് നിയമത്ത്. അവിടെ രാജീവ് ചന്ദ്രശേഖർ മിന്നുന്ന വിജയം കാഴ്ചവെക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ റിസൾട്ട് തുടക്കം മുതൽ തന്നെ ഒരു സമയത്തും ആ ലീഡ് പുറകോട്ട് പോകുന്നില്ല. കാരണം തുടക്കം മുതലേ അദ്ദേഹം മുന്നിലായിരുന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ള മാർജിൻ മെയിൻറ്റെയിൻ ചെയ്ത് രാജീവ് ചന്ദ്രശേഖർ നല്ല അടിപൊളിയായിട്ടുള്ള വിജയം കാഴ്ചവെക്കുകയാണ്. ഇനി രണ്ടാമതായിട്ട് BJP ജയിക്കുന്നത് ചാത്തന്നൂർ മണ്ഡലത്തിലാണ്. വലിയൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഏതെങ്കിലും എക്സിറ്റ് പോളിൽ ഈ ഒരു മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള പ്രവചനം വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. അപ്പോൾ വലിയൊരു സർപ്രൈസ് ആയിരുന്നു ചാത്തന്നൂരിൽ BB ഗോപകുമാർ ജയിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ സിറ്റിംഗ് MLA ആയിട്ടുണ്ടായിരുന്ന ആരാണ്? CPIയുടെ GS ജയലാലായിരുന്നു. ഇനി മൂന്നാമത്തെ മണ്ഡലം, അത് ഏറ്റവും അവസാനമാണ് BJP ലീഡ് ഉയർത്തി വന്ന് ജയിക്കുന്നതല്ലേ. കഴക്കൂട്ടമാണ്. V മുരളീധരൻ അവിടെ ജയിക്കുകയാണ്. അവിടെ സിറ്റിംഗ് MLA ആയിട്ടുണ്ടായിരുന്ന ആരാന്നറിയാവോ? കടകംപള്ളി സുരേന്ദ്രൻ. ശിവൻകുട്ടിയെ പോലെ തന്നെ CPIഎമ്മിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ്. 2016 ഗവൺമെൻറ്റിൽ ദേവസ്വം മന്ത്രിയൊക്കെ ആയിരുന്നല്ലേ. അപ്പോൾ BJP ജയിച്ച 3 ഇടത്തും
സിറ്റിംഗ് MLA-മാരായിട്ടുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ആൾക്കാരാണ്. അതിലൊന്ന് മന്ത്രി അല്ലേ ശിവൻകുട്ടിയും കടകംപള്ളിയും മറ്റ് CPIയുടെ ഒരു MLA അടക്കം തോക്കുകയാണ്. BJPക്ക് മിന്നുന്ന ജയമാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് 3 MLA ആണ് BJPക്ക് കിട്ടിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു അടിയാണ്. അവരുടെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള മണ്ഡലങ്ങളിലാണ് BJP ഇപ്പോൾ ജയിച്ചു കയറിയിരിക്കുന്നത്. ശിവൻകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ അല്ലേ. അദ്ദേഹത്തെ വരെ മലർത്തിയടിച്ചാണ് ഇവിടെ ജയിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഈ പരാജയങ്ങളുടെ പിന്നിൽ എന്താണ് പ്രധാനപ്പെട്ട കാരണം? നമ്മൾ നോക്കുകയാണെങ്കിൽ വികസനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ LDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തള്ളിക്കളയാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഹോസ്പിറ്റൽസ്, സ്കൂളുകൾ, പല സ്കൂളുകളും ഭയങ്കര ഹൈടെക് ആയിട്ട് മാറിയല്ലേ. നമ്മുടെ റോഡുകൾ, പല പുതിയ പാലങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്തൊക്കെ നിറച്ച് പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് തള്ളിക്കളയാനാകാത്ത സത്യമാണ്. പെരുമ്പളം പാലം എത്രയോ വർഷങ്ങളായിട്ട് അവർ കാത്തിരുന്ന ഒന്നാണ്. അതൊക്കെ നടപ്പിലാക്കിയത് LDF സർക്കാർ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ തോറ്റത്? മാത്രമല്ല ഇനി ഞാൻ പറഞ്ഞു ഇന്ത്യൻ ചരിത്രത്തിൽ വലിയൊരു ദിവസമാണിതെന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണ്? വെസ്റ്റ് ബംഗാൾ BJP അക്ഷരാർത്ഥത്തിൽ തൂക്കി എന്ന് പറയത്തില്ലേ, അതാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇത്രയും ഈ 15 വർഷമായിട്ടുള്ള മമതാ ബാനർജിയുടെ ഭരണമുണ്ടല്ലോ, ജനങ്ങൾ വെറുത്ത് അവിടെ വേറെ മത്സരിച്ച് ജയിച്ചു വരാൻ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള സംഭവം ഇല്ലായിരുന്നു. കഴിഞ്ഞ തവണ 2021 മത്സരിക്കുമ്പോൾ BJPക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 77 സീറ്റ് മാത്രമായിരുന്നു കേട്ടോ, 21. എന്നാൽ ഇന്നിപ്പോൾ നിലവിൽ ഞാൻ നോക്കുമ്പോൾ BJPക്ക് കിട്ടിയ സീറ്റ് എത്രയെന്നറിയാവോ? 204 സീറ്റ്. ഒന്ന് ചിന്തിച്ച് നോക്കുക, 204 സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഭരണം പിടിക്കാനായിട്ട് 147 സീറ്റ് മാത്രം മതി. അപ്പോൾ അത്രയും വലിയൊരു സ്ട്രോം എന്ന് പറയത്തില്ല, കൊടുങ്കാറ്റ് നമ്മൾ പറയത്തില്ല, അതാണ് അവിടെ സത്യം പറഞ്ഞാൽ BJP സൃഷ്ടിച്ചിട്ടുള്ളത്. അത് തുടക്കം മുതലേ വ്യക്തമായിരുന്നു. കാരണം മോദി അവിടെ പ്രചാരണത്തിന് വരുവാണല്ലോ. മോദി പരസ്യമായിട്ട് പറയുകയാണ്, എൻ്റെ സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിൽ നട്ടുച്ചയ്ക്ക് വരുന്ന ജനങ്ങളെക്കാൾ കൂടുതലുണ്ട് ഇവിടെ എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും വലിയൊരു കൊടുങ്കാറ്റ് പോലെയാണ് ജനങ്ങൾ മോദിയുടെ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ കേൾക്കാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ബംഗാളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൂത്ത് പിടിച്ചെടുക്കുക, അട്ടിമറിക്കുക, ഗുണ്ടായിസം, ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ബംഗാളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് ഇടപെട്ട് 2 ലക്ഷത്തിലധികം വരുന്ന സെൻട്രൽ പോലീസിനെ അവിടെ ഇറക്കുകയാണ്. കൃത്യമായിട്ടുള്ള ബൂത്തുകൾ സുരക്ഷ ഉറപ്പാക്കുകയാണ്. ജനങ്ങൾക്ക് തെല്ലും ഭയമില്ലാതെ വോട്ട് ചെയ്യാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് റീൽസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ദൂരത്ത് വർക്ക് ചെയ്യുന്ന, മറ്റ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ബംഗാളിലേക്ക് വരികയാണ്. അവർ ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ എന്തെന്നാൽ, എൻ്റെ സംസ്ഥാനത്തെ രക്ഷിക്കാനുള്ള ഒരു അവസാനത്തെ ശ്രമം എന്നോണം ഞാൻ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളായിരുന്നു. അവർ പ്രതീക്ഷ പോലെ തന്നെ അവിടെ ഒരു ഭരണമാറ്റം അനിവാര്യമായിരുന്നു. കാരണം മമതാ ബാനർജിയുടെ കീഴിൽ നടക്കുന്ന ഗുണ്ടായിസവും പ്രശ്നങ്ങളും വർഗീയ കലാപങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമല്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബംഗാൾ കലാപം എന്നും പറഞ്ഞിട്ടല്ലേ. കലാപം നടക്കുന്നത് 100 വർഷം മുമ്പത്തെ കഥയൊന്നുമല്ല ഞാൻ പറയുന്നത്, 2025 നടന്നിട്ടുള്ള കലാപമാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ഹിന്ദുക്കൾ വലിയ പ്രശ്നങ്ങൾക്ക് ഇരയാകുകയാണ്, കൊല്ലപ്പെടുകയാണ്, അവരുടെ വീടുകൾ കത്തിക്കുകയാണ്, അവർക്ക് പലായനം ചെയ്യേണ്ടി വരികയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരുപാട് വർഷം മുമ്പൊന്നുമല്ല, കഴിഞ്ഞ വർഷം ഒരു കലാപം ഉണ്ടായിട്ട് ഒരു മതവിഭാഗത്തിന് പലായനം ചെയ്യേണ്ട ഗതികേടിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മമതാ ബാനർജി അത്രയും മോശപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം അവർ പലപ്പോഴായിട്ട് പല പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ റീസെൻ്റായിട്ട് നടത്തിയൊരു പ്രസ്താവന എന്താണെന്നറിയാവോ? അതൊക്കെ കേട്ടാൽ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് മാറ്റിക്കുത്താതിരിക്കുക? അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഹിന്ദുക്കളോട് പറയുകയാണ്, ഞങ്ങളിവിടെ ഈ തൃണമൂൽ കോൺഗ്രസും ഞാനും അധികാരത്തിലുള്ളതുകൊണ്ടാണ് നിങ്ങൾ സേഫായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അല്ലാത്ത പക്ഷം സെക്കൻഡുകൾക്കുള്ളിൽ ഒരു കമ്മ്യൂണിറ്റി നിങ്ങളെല്ലാം ഇല്ലാതാക്കുമെന്ന് പരസ്യമായിട്ട് ഇവർ പറയുകയാണ്. അത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് സത്യം പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ എന്നുള്ളത്. അവിടെ നടക്കുന്ന ഇതുപോലുള്ള മതപരമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഘർഷങ്ങളും ഒക്കെ കൈവിട്ട കളിയാണ്. അവിടുത്തെ പോലീസ് സിസ്റ്റം കംപ്ലീറ്റ് കൊളാപ്സാണ്. ലോ ആൻഡ് ഓർഡർ കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ്. ഇതൊന്നുമില്ല. മമതയുടെ ആർത്തിയും സ്വന്തം കീശ വീർപ്പിക്കാനുള്ള ആ ഒരു പണക്കൊഴുപ്പും അതിൻ്റെ പുറകെയാണ് മമതയൊക്കെ ഓടിക്കൊണ്ടിരുന്നത്. അധികാരത്തോടുള്ള ഒരു ആർത്തി ഉണ്ടാകുമല്ലോ. ഇവിടെ ഇപ്പോൾ AK ശശീന്ദ്രനെ പോലെയുള്ള വ്യക്തികൾക്കുള്ളതുപോലെ ആ ഒരു ആർത്തിയാണ് സത്യം പറഞ്ഞാൽ. AK ശശീന്ദ്രൻ മാത്രമല്ല കേട്ടോ, G സുധാകരൻ. കാരണം അദ്ദേഹം ജയിച്ചിട്ടുണ്ട് ശരിയാണ്, പക്ഷേ എനിക്കൊരിക്കലും അദ്ദേഹത്തിൻ്റെ വിജയം അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും പ്രായമായി അവിടെ വീണ്ടും വന്നിട്ട് സീറ്റ് തന്നില്ല എന്നും പറഞ്ഞിട്ട് നേരെ അപ്പുറത്തേക്ക് ചാടുകയാണ്. ഇദ്ദേഹത്തിൻ്റെ അനിയനുണ്ടായിരുന്നു G സുധാകരൻ കേട്ടോ, G ഭുവനേശ്വരൻ. എങ്ങനെ കൊല്ലപ്പെട്ടെന്നറിയാവോ? പണ്ട് KSUം DSU എന്നൊക്കെ പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. DSU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായർ സൊസൈറ്റിയുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു. ഇവരൊക്കെ ചേർന്നാണ് G ഭുവനേശ്വരനെ 12 കോളേജിൽ വെച്ചിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ കൊട പിടിക്കാൻ പോവുകയാണ്. പക്ഷേ പാർട്ടി മാറിയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ഇത്രയും പ്രായത്തിലും സീറ്റ് തന്നില്ല എന്നുള്ള ഇതിനോട് ആ ഒരു ആർത്തി ഉണ്ടല്ലോ, അധികാരത്തോടുള്ള ആർത്തി ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. മറിച്ച് സന്ദീപ് വാര്യർ നോക്ക്, പൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി.
പാർട്ടി മാറിപ്പോയിട്ട് അദ്ദേഹത്തിന് കൊടുത്ത മണ്ഡലമുണ്ടല്ലോ തൃക്കരിപ്പൂർ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ്. തൃക്കരിപ്പൂർ മണ്ഡലം രൂപീകരിച്ചിട്ട് ഇന്നേ വരെ CPIM അല്ലാതെ വേറൊരാളും അവിടെ ജയിച്ചിട്ടില്ല. അവിടെ സന്ദീപ് വാര്യർ അടിച്ച് തൂക്കിയിരിക്കുകയാണ്. അതാണ് പവർ. പാർട്ടി മാറിപ്പോയി എന്നുള്ള പോയിന്റ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചതാണ്, പാർട്ടി മാറിപ്പോയി എന്ന ആ ഒരു സംഭവം അല്ല പറയുന്നത്. മറിച്ച് ഇത്രയും പ്രായമായിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങണമെന്നുള്ള പിണറായി വിജയനെയൊക്കെ പോലുള്ളവരുടെ ചിന്താഗതി ഉണ്ടല്ലോ, അത് പ്രശ്നം തന്നെയാണ്. ഇതിനെയൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി ബംഗാൾ പോലെ മറ്റ് ഞെട്ടിച്ചൊരു സംസ്ഥാനമായിരുന്നു നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടല്ലേ. വിജയ് എണ്ണ താളപതി വിജയ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ. ഒരു കാര്യം അറിയാമോ, ഞാൻ കുറേ മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയിൽ ആദ്യമായിട്ട് വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്ന ടൈറ്റിൽ ഉപയോഗിച്ച് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കാരണം വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിന് സൂചന നൽകുന്നത് മുതൽ ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ട് വീഡിയോ ഇടുന്നുണ്ട്. 2.5 വർഷങ്ങൾക്ക് മുമ്പ് വിജയ് 10ാം ക്ലാസ്സിലും +2ലും നല്ല മാർക്ക് നേടിയ സ്റ്റുഡൻസിന് അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഉള്ള സ്റ്റുഡൻസിനായിരുന്നു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാർട്ടി പ്രഖ്യാപിച്ചു 1ാം മാനാട്, 2ാം മാനാട്, അതുമായി ബന്ധപ്പെട്ട് കരൂർ ട്രാജഡി, ആന്തം വന്നപ്പോൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വിജയുടെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് അറിയാം എന്തെങ്കിലുമൊക്കെ അദ്ദേഹം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ഇത്രയും വലിയൊരു വേവ് ഉണ്ടാക്കും, ഇത്രയും വലിയ തരംഗം ഉണ്ടാക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉണ്ടല്ലോ, MK സ്റ്റാലിൻ തോറ്റു. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നാണം കെട്ട തോൽവികളിൽ ഒന്നായിപ്പോയി സ്റ്റാലിൻ്റെത്. കാരണം സ്റ്റാലിൻ അത്രയും വലിയ വെല്ലുവിളി നടത്തിക്കൊണ്ടിരുന്ന മറ്റേ SP എന്ന് പറയുന്ന ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 23 പാർട്ടികൾ നിലവിലുള്ള മുന്നണി സ്റ്റാലിൻ ഉണ്ടാക്കി. അത് വെച്ചിട്ടാണ് ഇലക്ഷന് മത്സരിക്കുന്നത്. എന്നിട്ട് ഇതേ തോറ്റ് തുന്നമ്പാടി സ്വയം തോറ്റു. അവിടെ ആരാണ് ജയിച്ചത്? പണ്ട് DMK എന്ന് പോയിട്ട് DMKയുടെ ഒരു MLA ആയിരുന്ന വ്യക്തിയാണ് കേട്ടോ. അവിടുന്ന് എന്നിട്ട് TVKയിൽ അദ്ദേഹം മത്സരിക്കുകയാണ്. പാട്ടും പാടി സ്റ്റാലിനെ തോപ്പിക്കുകയാണ്. അതാണ് TVKയുടെ പവർ എന്നുള്ളത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, TVK എന്ന് പറയുന്ന പാർട്ടി നിൽക്കുന്നത് കംപ്ലീറ്റ് വിജയ് എന്ന് പറയുന്ന ഒരാളുടെ പ്രഭാവത്തിൽ മാത്രമാണ്. ഒരു 1 പേഴ്സൺ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് TVK. അതിന് എത്ര കാലം മുന്നോട്ട് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവർ പുതിയ പദ്ധതികൾ രൂപീകരിച്ച് പുതിയ നേതാക്കളെയൊക്കെ രൂപീകരിക്കണം. അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകേണ്ടതുണ്ട്. എന്തായാലും പിന്നീട് ആസാമിലും BJP തൂക്കിയിരിക്കുകയാണ്. 100 സീറ്റ്, കഴിഞ്ഞ തവണ ഏതാണ്ട് 75 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്, വർദ്ധിച്ച് 100 ആക്കിയിട്ടുണ്ട്. പുതുച്ചേരി, അത് പിന്നെ ചെറിയൊരു യൂണിയൻ ടെറിട്ടറി ആണല്ലോ, കേന്ദ്രഭരണ പ്രദേശം, അവിടെയും BJP പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നമുക്ക് സംസാരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കേരളത്തിൽ തുടങ്ങാം അല്ലേ. കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ഭരണവിരുദ്ധ വികാരത്തിനപ്പുറത്തേക്ക് ഉണ്ടായിരുന്ന എന്താണെന്നറിയാമോ? പിണറായി വിരുദ്ധ വികാരമായിരുന്നു. പിണറായിസത്തോടുള്ള അത്രയും വലിയൊരു വിരുദ്ധത ഇവിടുത്തെ ജനങ്ങൾക്കുള്ളിലുണ്ട്. അത് മറ്റു പാർട്ടി പ്രവർത്തകർക്കോ അനുഭാവികൾക്കോ അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ജനങ്ങൾക്കോ മാത്രമല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മറിച്ച് അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായിട്ടുള്ള അണികളിൽ സാധാരണക്കാർ, പാടത്തും അവിടെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അങ്ങനെ ഒരുപാട് അനേകം ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ഉണ്ടല്ലേ, കൃത്യമായിട്ടുള്ള തൊഴിലാളി വർഗ്ഗമാണ് അവർ. അവരടക്കമുണ്ടല്ലോ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് കുത്തുകയാണ്. കൃത്യമായിട്ട് വ്യക്തമായിരുന്നല്ലോ. ധർമ്മടത്ത് 6 റൗണ്ട് കഴിയുമ്പോൾ പിണറായി വിജയൻ പിന്നിലാണെന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? വിറപ്പിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പിണറായി വിജയനെ. അത്രയും ഭരണവിരുദ്ധ വികാരത്തിനപ്പുറത്തേക്ക് പിണറായി വിരുദ്ധ വികാരമായിരുന്നു ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. പിണറായിയുടെ ധാർഷ്ട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 മോശമാണ്. കേരള ചരിത്രത്തിൽ ഇത്രത്തോളം അഹങ്കാരവും ഇത്രത്തോളം ധാർഷ്ട്യവും നിറഞ്ഞ മുഖ്യമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല. ഒരു മലയാളിക്ക് ചേരുന്ന രീതിയിലാണോ ഇദ്ദേഹം പെരുമാറിയിരുന്നത്? അതും എല്ലാവരോടും വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നൊരു വേളയാണ്. അപ്പോൾ കോളേജ് സ്റ്റുഡൻസോ സ്കൂൾ സ്റ്റുഡൻസോ ആയിരുന്നു. അപ്പോൾ ആ കുട്ടി എഴുന്നേറ്റിട്ട് ചോദ്യം ചോദിക്കാൻ ഉതിരുകയാണ്. കഴിഞ്ഞു ഇല്ല ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലയെന്നും പറഞ്ഞിട്ട് ആ കുട്ടിയെ നാണം കെടുത്തുകയാണ്. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചുറ്റും കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ മുമ്പിൽ ആ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എന്ത് നാണം കെട്ടിട്ടുണ്ടാകും ഇയാൾ കാരണം. ഒരു മുഖ്യമന്ത്രിയാണ് അങ്ങനെ പറഞ്ഞ് അവിടെ ഇരുത്തുന്നത്. മറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിന് മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കുറ്റം പറയണം. അദ്ദേഹത്തിൻ്റെ തോളത്ത് കൈയിട്ടിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കുറ്റം തന്നെ അദ്ദേഹത്തോട് പറയായിരുന്നു, വിമർശനങ്ങൾ പറയായിരുന്നു. അദ്ദേഹം അതൊരു ചെറുപുഞ്ചിരിയോടെ കേൾക്കുമെന്നല്ലാതെ നിങ്ങളെ പരസ്യമായിട്ട് അപമാനിക്കുകയോ നിങ്ങളെ ഇറക്കി വിടുകയോ കടക്ക് പുറത്തെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക ഒന്നുമില്ല. അദ്ദേഹത്തെ എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു ചെറുപുഞ്ചിരി മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടാകുക. VS അച്യുതാനന്ദനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ EMS മുതൽ ഒരുപാട് നല്ല നല്ല മുഖ്യമന്ത്രിമാരെ കണ്ടാണ് നമ്മളിങ്ങോട്ട് വന്നതല്ലേ. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തന്നെ ശവക്കല്ലറയിൽ ആണിയടിച്ച ഒരു മനുഷ്യരുണ്ടല്ലോ, ഫുള്ള് ഈ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയായിരുന്നു. ഞാൻ ഒരു പ്രസ്ഥാനത്തിനും അധികമായിട്ട് എതിരുമല്ല, അധികമായിട്ട് സപ്പോർട്ടുമല്ല. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, ആസ് എ CM ഞാൻ ഭയങ്കര എതിരായിരുന്നു. ഇവിടെ
ഒരു പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കേരളത്തിന് ആവശ്യമാണ്. നമ്മൾ ഒരു പ്രയോഗം പറയാറുണ്ട്, നമ്മുടെ ഉള്ളിൽ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ഉണ്ടെന്നല്ലേ. ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശരിക്കും അതിൻ്റെ റൂള് കേരളത്തിൽ വളരെ അനിവാര്യമാണ്. ഈ ഒരു ഭരണം മാറി മാറി വരേണ്ട സാഹചര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു മാർക്സിസ്റ്റ് സോഷ്യലിസം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സൗജന്യ വിദ്യാഭ്യാസം, ഹെൽത്ത് കെയർ, ഗതാഗത സംവിധാനങ്ങൾ, ഇതിലൊക്കെ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF തന്നെയാണ്. UDF കൊണ്ട് അത്രയും ഇത് ചെയ്യാൻ പറ്റില്ല. അവർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. മറിച്ച് ഒരു ഭരണം, ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ LDF ടോപ്പ് നോച്ചായിരുന്നു. ഞാൻ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് വികസനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പിണറായിയുടെ ധാർഷ്ട്യവും, എല്ലാവരെയും അപമാനിക്കുക, മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല, മറിച്ച് പാർട്ടിയെ തന്നെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് വരുന്നത്, അല്ലാതെ വ്യക്തികളല്ല. പക്ഷേ ഇതേ പാർട്ടി തന്നെ പിണറായി ഒരു ദൈവമായിട്ട് പ്രതിഷ്ഠിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പറയുന്നതാണ് പാർട്ടിയാണ് വലുത്, വ്യക്തികളല്ല. എത്ര വലിയ വ്യക്തി, പിണറായി വിജയൻ ആകട്ടെ, മുഖ്യമന്ത്രി ആകട്ടെ, പ്രധാനമന്ത്രി ആകട്ടെ, പാർട്ടി ഇന്ന് പാർട്ടിയെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും വരുത്തി തീർക്കുകയോ ചെയ്താൽ അവനെ നമ്മൾ താഴെ ഇറക്കും. കാരണം പാർട്ടിയാണ് വലുത്. നിങ്ങൾ പിണറായി വിജയൻ എന്നിട്ട് എന്ത് ചെയ്തു? എല്ലായിടത്തും പിണറായിയെ ദൈവമായിട്ട് പ്രതിഷ്ഠിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷം തന്നെയാണ്. അതിനോട് പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള അണികൾക്ക്, സഖാക്കൾക്ക് വിരോധമുണ്ടായിരുന്നു. അവരുടെ ഒന്നും വാക്ക് കേൾക്കാതെ പിണറായി വിജയനെ എല്ലായിടത്തും ഒരു ദൈവമായിട്ട് നിങ്ങളുടെ പ്രസ്ഥാനം തന്നെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഇല്ലേ, കാരണഭൂതൻ എന്നൊക്കെ വിളിച്ചാണ് നിങ്ങൾ മറ്റേ CPIM തിരുവാതിരയ്ക്ക് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഇലക്ഷൻ്റെ പ്രചാരണത്തിന് ഉപയോഗിച്ച ഫ്ലെക്സ് ബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, റോഡിലൂടെ ഹൈവേയിലൂടെ പോകുമ്പോൾ. LDF അല്ലാണ്ട് മറ്റാരുണ്ട് എന്ന് പറയുന്ന ബോർഡാണ്. ഇതിലെല്ലാം പിണറായിയുടെ മുഖം മാത്രം. പിണറായി ആണോ പ്രസ്ഥാനം? ഇതെപ്പോഴാണ് പിണറായി ദൈവമായത്? എപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഏക വ്യക്തിയിലേക്ക് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യേണ്ട അവസ്ഥ വന്നത്? ഇത് തന്നെയാണ് ഒന്നാം തരമായിട്ട് നിങ്ങളുടെ അടിപതറിയത്. മറിച്ച് അതൊരു നല്ല വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ പണ്ട് ബംഗാളിലുണ്ടായിരുന്ന പോലെ ജ്യോതി ബസുവിനെയൊക്കെ പോലുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം നല്ലൊരാളാണ്. പക്ഷെ അങ്ങനെയല്ല. ഇനി ഇവിടെ VS ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയിലേക്ക് പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു വ്യക്തി മോശമാകുമ്പോഴുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിണറായി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വെറുത്തൊരു മുഖ്യമന്ത്രി ആയിരിക്കെ, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ധാർഷ്ട്യം നിറഞ്ഞ മുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹത്തെ ദൈവമായിട്ട് പ്രതിഷ്ഠിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അതിനെല്ലാം അപ്പുറത്തേക്ക് ഇപ്പോൾ ഏത് ഗവൺമെൻറ് കേരളത്തിൽ ഭരിച്ചാലും വലിയ അഴിമതിയും കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ അവസാനം 5 മാസം ചിരിച്ച് കാണിക്കുമ്പോൾ നമ്മളത് വിടും, നമ്മളത് വലിയ കാര്യമാക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഉണ്ടല്ലോ, പിണറായി വിജയൻ്റെ ഈ ഒരു ഗവൺമെൻറ് നടന്നിട്ടുള്ള അഴിമതി അല്ലെങ്കിൽ ആ ഒരു കോഴ വിവാദങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ള, ചെമ്പ് അല്ലേ, മറ്റേ സ്വർണ്ണക്കടത്തുണ്ടായിരുന്നല്ലോ ഗ്രീൻ ചാനലിലൂടെ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ജനം സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുകയാണ്. ഒരൊറ്റ പാട്ട് സൃഷ്ടിച്ചോളം പോറ്റിയെ കയറ്റിയെ സ്വർണ്ണം ചെമ്പായി മാറ്റിയെ ആ ഒരൊറ്റ പാട്ടിനുണ്ടാക്കാൻ പറ്റിയ ഇമ്പാക്റ്റ് എത്രത്തോളം എന്നറിയാവോ? ഞാൻ അത് കാറിലിട്ടിട്ട് ഒച്ചയിലിട്ടിട്ട് ഞങ്ങൾ യോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. കാരണം ആ പാട്ട് ആ ഒരു രസമായിരുന്നു കേൾക്കാനല്ലേ. അപ്പോൾ ഈ ഒരു അഴിമതി ജനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുത്ത വർഷങ്ങളാണ്. ഇത്രയും നാൾ എല്ലാ വർഷവും എല്ലാ ഗവൺമെൻറ്റിൻ്റെ കാലത്തും അഴിമതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് കോൺഗ്രസിൻ്റെ കാലത്ത് ഉള്ള അഴിമതിയൊന്നും പറയണ്ട, വലിയ അഴിമതികളൊക്കെ ഉണ്ട്. അതൊന്നും പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല ജനങ്ങൾ. പക്ഷേ ഈ ഒരു സംഭവങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ നേരെ നിലപാടുകൾ മാറ്റുകയാണ്. ആദ്യം അയ്യപ്പ ഭക്തർക്ക് മൊത്തം, ഹിന്ദുക്കളെയൊക്കെ മൊത്തം തള്ളിപ്പറയുകയാണ്. പിന്നീട് ആഗോള അയ്യപ്പ സംഗമം നടത്തുകയാണ്. അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ കോടികൾ മുക്കുകയാണ്. പിന്നെ നേരെ കുറേ നാൾ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുകയാണ്. എന്നിട്ട് വെള്ളാപ്പള്ളിയായിട്ട് ഭായി ആയിട്ട് സംഗമത്തിൽ പങ്കെടുക്കുകയാണ്. ഇങ്ങനെ നിലപാടിലുള്ള ഈ വൈരുദ്ധ്യവും, അതായത് ആദ്യം സപ്പോർട്ട് ചെയ്ത് ജനങ്ങളെ പാരായി മണ്ടന്മാരായില്ലേ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു മേഖലയായിരുന്നു ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പ് നന്നേ പരാജയമായിരുന്നു. കേരളത്തിൽ ഒരുപാട് കസ്റ്റഡി മരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നടന്നത് ഈ പിണറായി വിജയൻ്റെ കാലഘട്ടത്താണ്. ആദ്യത്തെ ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 12ഓളം കസ്റ്റഡി മരണങ്ങൾ നടന്നിട്ടുണ്ട്. ചിന്തിക്കാൻ പറ്റുമോ? അത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ക്രൂരമായിട്ട് എന്തോരം തല്ലിച്ചതയ്ക്കുന്ന എന്തോരം കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്തോരം വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ സംഭവിക്കുന്നത് പൂർണ്ണമായിട്ടും പരാജയമെന്ന് വിശേഷിപ്പിക്കുന്നില്ല. കാരണം ഇനി വരുന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്തൊക്കെ സംഭവിക്കും. കൃത്യമായിട്ട് നടപടി എടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ള നടപടി. അതായത് ശിക്ഷ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു പോലീസുകാരിങ്ങനെ പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആ ഒരു സ്വഭാവം മാറ്റും. ആ ഒരു പേടി ഉണ്ടാകുമല്ലേ, അതൊന്നുമില്ല. ഈ കൊലപാതകികളെല്ലാം ഇപ്പോഴും സർവീസിലുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇനി മറ്റൊന്ന് പറഞ്ഞോട്ടെ, ഹൈക്കോടതി ഇടപെട്ട് പിരിച്ചുവിട്ട പോലീസുകാരനെ
സർക്കാരിനെ തിരിച്ചെടുത്ത മുഖ്യമന്ത്രി ഗവൺമെൻറ് ആരെന്നറിയാവോ? ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റാണ്. അങ്ങനത്തെ വാർത്ത വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തരം ഇവിടുത്തെ പോലീസ് സിസ്റ്റമൊക്കെ നന്നേ കുത്തഴിഞ്ഞ് കൈവിട്ട് പോകുന്ന രീതിയായിരുന്നു. കൃത്യമായിട്ടുള്ള നടപടിയോ കാര്യങ്ങളോ ഒക്കെ എടുക്കാതെ അങ്ങനെ വിഷയങ്ങൾ, പോലീസിൻ്റെ മറ്റേ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിക്കുകയാണ്. ഇങ്ങനെയെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ അതിനിടയിൽ മറ്റേ വീടിൻ്റെ മറ്റേ നമുക്ക് വീട് വെക്കണമെങ്കിലുള്ള ടാക്സ് അടയ്ക്കണമല്ലോ, അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മൊത്തം കുത്തനെ കൂട്ടുകയാണ്. അത് തിരിച്ചടിയായെന്ന് മനസ്സിലാക്കിയപ്പോൾ നേരെ കുറയ്ക്കുകയാണ്. അത് എത്രയോ ആയിരക്കണക്കിന് ശതമാനമായിരുന്നു കൂട്ടിയിട്ടുണ്ടായിരുന്നത്, ചുമ്മാ അങ്ങോട്ട് കൂട്ടിയേക്കാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം അപ്പുറത്തേക്ക് പിണറായി എന്ന് പറയുന്ന ഒരു ദൈവം കൺസെപ്റ്റിലേക്ക് പാർട്ടിക്ക് പറ്റി തെറ്റാണ് ഞാൻ പറയുന്നത്. ആ വിമർശനം ഉൾക്കൊണ്ടെടുക്കുക. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരല്ല, കാരണം അതിവിടെ വേണം. കേരള മണ്ണിൽ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതെ മുന്നോട്ട് പോകില്ല നമ്മൾ. നിങ്ങൾ പ്രസ്ഥാനം അവസാന പ്രചാരണം നടത്തുമ്പോൾ പോലും ഈ കാര്യം ഓർക്കുന്നില്ല. പിണറായി അത്രത്തോളം ജനങ്ങൾ വെറുത്തു എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ എല്ലാ ബോർഡിലും പിണറായിയുടെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ പറയുന്ന വെറുതെ അല്ലല്ലോ. LDF ഉണ്ട് മറ്റാരില്ലാതെ എന്ന് പറയുന്ന ബോർഡിലെല്ലാം പിണറായിയുടെ തല മാത്രമല്ലേ ഉള്ളൂ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സംഭവിച്ചത് മറ്റൊന്നുമല്ല, ഈ പ്രസ്ഥാനം ചില വ്യക്തികളുടെ ഈ സ്വജന താല്പര്യങ്ങൾക്കൊത്ത് നീങ്ങുമായിരുന്നു. ഏറ്റവും നല്ല ഉദാഹരണമാണ് തളിപ്പറമ്പും പയ്യന്നൂരും. തളിപ്പറമ്പിൽ 3 തവണ MLA ആയിട്ടുള്ള പാർട്ടി സെക്രട്ടറി ഉണ്ടല്ലോ, MV ഗോവിന്ദൻ. അപ്പോൾ ഇത്തവണ അദ്ദേഹം മത്സരിച്ചില്ല. മറിച്ച് അവിടെ അത്രയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സഖാവിന്, സാധാരണക്കാരനല്ലേ സീറ്റ് കൊടുക്കേണ്ടത്. അദ്ദേഹം സീറ്റ് കൊടുത്ത ആരാണ്? സ്വന്തം ഭാര്യയ്ക്ക്. സ്വന്തം ഭാര്യയെ സ്വജനപക്ഷപാതത്തിലൂടെ ജയിപ്പിച്ച് വിടാനായിരുന്നു പരിപാടി. അപ്പോഴെന്താ സംഭവിച്ചത്? അവിടെ TK ഗോവിന്ദൻ, വിമതൻ, പാർട്ടിയിൽ നിന്ന് വിട്ട വിമതനാണ്, ജയിക്കുകയാണ്. CPIMൻ്റെ ഈ ഗോവിന്ദൻ്റെ വൈഫ് തോക്കുകയാണ്. മറ്റേത് പയ്യന്നൂർ, അവിടെയായിരുന്നു ഏറ്റവും വലിയ ട്വിസ്റ്റ്. അവിടെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന CPIMൻ്റെ ഒരു പാർട്ടി പ്രവർത്തനം ഉണ്ടായിരുന്നു. ഈ ഒരു പയ്യന്നൂരിലുണ്ടല്ലോ ഈ രക്തസാക്ഷി ഫണ്ട് ഭയങ്കരമായിട്ട് സ്കാം ചെയ്യുകയാണ്. അതായത് ഒരു വ്യക്തി മരിച്ചപ്പോൾ രക്തസാക്ഷി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഫണ്ട് പിരിക്കുകയാണ്. ഈ ഫണ്ട് എല്ലാം ഉണ്ടല്ലോ ഇവർ മുക്കുകയാണ്, സ്വന്തമായിട്ട് തിന്ന് കീശ വീർപ്പിക്കുകയാണ്. അങ്ങനെ ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സഖാവ് ചോദ്യം ചെയ്യുകയാണ്. ഉടനെ ഈ കുഞ്ഞികൃഷ്ണനെ കുലംകുത്തിയാക്കി ഇവൻ കള്ളനാണെന്നും ഇവൻ വഞ്ചകനാണെന്നും പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. പ്രധാനമായിട്ടും കുഞ്ഞികൃഷ്ണൻ വിരൽ ചൂണ്ടിയിട്ടുണ്ടായിരുന്നത് TI മധുസൂദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കായിരുന്നു. അയാളാണ് മുഖ്യമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത്തവണ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് CPIMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ TI മധുസൂദനൻ, ആരോപണത്തിന് വിധേയനായ TI മധുസൂദനാണ് മത്സരിക്കുന്നത്. മറിച്ച് ഈ കുഞ്ഞികൃഷ്ണനുണ്ടല്ലോ വിമതനായിട്ട് മത്സരിക്കുകയാണ്. ഇൻഡിപെൻഡൻ്റ് ആണ്, കോൺഗ്രസ് സപ്പോർട്ട് കൊടുക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ ജയിക്കുകയാണ് 7487 വോട്ടിൻ്റെ ലീഡിന്. അപ്പോൾ അത്രത്തോളം വിരോധം, പാർട്ടിയോടുള്ള വിരോധം അടിയിൽ പോലും ഏറ്റവും കോട്ടകൊത്തലങ്ങളുണ്ടല്ലോ CPIMൻ്റെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോലും വിറക്കിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ തൃക്കരിപ്പൂർ മണ്ഡലം രൂപീകരിച്ചിട്ട് CPIMൻ്റെ സ്ഥാനാർത്ഥിയല്ലത് ഇന്നേ വരെ ആരും ജയിച്ചിട്ടില്ല. സന്ദീപ് വാര്യറിന് സീറ്റ് കൊടുത്തപ്പോൾ പലരും കളിയാക്കി, നിന്നെ കോൺഗ്രസ് ചാമ്പി, അവിടെ ചുമ്മാ ഒരു സീറ്റ് പേരിന് എന്നാൽ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ലെന്ന്. മിന്നുന്ന വിജയം സന്ദീപ് വാര്യർ കാഴ്ചവെക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? പാർട്ടിയോടുള്ള വിരോധം കൂടെ അവിടെ പ്രസക്തമാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന വാക്യത്തിൽ നിന്ന് 8 നിലയിൽ പൊട്ടാൻ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറയേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോഴെത്തി നിൽക്കുന്നത്. കാരണം 35 സീറ്റ് എന്നുള്ളത് കേരളത്തിൽ ഇന്നേ വരെയുള്ള ഈവൻ ഏറ്റവും UDF പോലും ഏറ്റവും മോശം അവസ്ഥ ഫേസ് ചെയ്തത് 2021 ഇലക്ഷനാണ്. 41 സീറ്റാണല്ലേ. അതിനേക്കാളും താഴത്തേക്ക് ഈ LDF പോയിരിക്കുകയാണ്, 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. മറ്റൊരു വലിയ ട്വിസ്റ്റ് കിടന്നിട്ടുണ്ടായിരുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ്. അവിടെ BJP സ്ഥാനാർത്ഥിയുള്ള സുരേന്ദ്രനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി അപ്പാടെ വോട്ടെടുത്ത് ഈ ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് മറിക്കുകയാണ്. അതായത് 2021 ഇലക്ഷന് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള AKM അഷ്റഫ് ജയിച്ചത് 845 വോട്ടിൻ്റെ ലീഡിനാണ്. 65,858 വോട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. സുരേന്ദ്രനാണെങ്കിൽ 65,013 വോട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ CPIMന് 2021 CPIMന് VV രമേശന് 40,639 വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സുരേന്ദ്രൻ ഇത്തവണ വോട്ട് കൂട്ടുകയാണ്. 67,696 വോട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണെങ്കിൽ 65,013 വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 2,600 വോട്ട് കൂടുതൽ നേടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ AKM അഷ്റഫിന് ഈ 65,858 വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 845 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണല്ലോ ജയിച്ചിട്ടുണ്ടായിരുന്നത്. 65,000 ആണെന്ന് ഓർക്കുക. ഇത്തവണ AKM അഷ്റഫിന് കിട്ടിയിട്ടുള്ള എത്രയെന്നറിയാമോ? 96,948 വോട്ട്. ഈ CPIMൻ്റെ സ്ഥാനാർത്ഥി കിട്ടിയിട്ടുള്ളത് 21,212 വോട്ട് മാത്രം. കഴിഞ്ഞ തവണ 40,000 വോട്ട് കിട്ടിയതാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ടെടുത്ത് മറിച്ച് മുസ്ലിം ലീഗിനെ ജയിപ്പിക്കുകയാണ്. അതോടൊപ്പം അവിടെ നിന്ന് KR ജയാനന്ദൻ എന്ന് പറഞ്ഞ CPIMൻ്റെ അദ്ദേഹം അനുഭവിക്കുന്ന അപമാനം എത്രത്തോളമാണ്. സ്വന്തം പാർട്ടി തന്നെ മറ്റൊരാൾ ജയിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ചതിച്ചു. എന്താണ് അത്? ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ കറക്റ്റായിട്ട് വോട്ട് ചെയ്യുക. നിങ്ങൾ ജയിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യുക.
അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി. പക്ഷേ സ്വന്തം പാർട്ടിയിൽ തന്നെ നാണം കെടുത്തി അയാൾക്ക് അനുഭവിക്കുന്ന മാനസിക പീഡനം, അതോടൊപ്പം ഇതൊരു നാറിയ വിജയമെന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ബംഗാളിനെ പറ്റി സംസാരിക്കാനുണ്ട്, TVക്ക് പറ്റി സംസാരിക്കാനുണ്ട്. ബംഗാളിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ കുറേ പോയിന്റ് വരും. എന്തായാലും ബംഗാളിൽ വലിയ മിന്നുന്ന വിജയം തന്നെയാണ് കേട്ടോ. അവിടെ ഇനി പ്രധാനമായിട്ടുള്ളൊരു സംഭവം എന്നാൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബംഗാളിൽ BJP വരുമെന്നുള്ളത് കണ്ട് ആശങ്കപ്പെടുന്നത് ആരാണെന്നറിയാമോ? ബംഗ്ലാദേശിലെ പാർലമെൻറ്റിൽ MP ആണ്. ബംഗ്ലാദേശ് പാർലമെൻറ്റിൽ MP പറയുകയാണ് BJP ജയിച്ചാൽ നമുക്ക് ബംഗ്ലാദേശിന് പ്രശ്നമാണ്. കാരണം വെസ്റ്റ് ബംഗാളിൽ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പോയവർ അവിടെയുണ്ട്, അവരൊക്കെ തിരിച്ചിങ്ങോട്ട് വരും, ബംഗ്ലാദേശിലേക്ക് വരും. അപ്പോൾ അവരെയും കൂടെ നമ്മൾ സഹിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കുകയാണ്. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും ഈ വെസ്റ്റ് ബംഗാളിലുള്ള അത്രത്തോളം ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ, നിയമവിരുദ്ധമായിട്ട് അവിടെ താമസിക്കുന്നവരുടെ കഥ കൂടിയാണ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം എന്തെന്നാൽ, അല്ല നമ്മളുടെ ബോർഡർ അത്രത്തോളം വീക്കാണോ, അവിടെ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ? നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് ഇന്ത്യ ബംഗ്ലാദേശ് വിയേർഡ് ബോർഡേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ വീടും അടുത്ത വീടും തമ്മിലൊരു തോടായിരിക്കുമല്ലേ? അപ്പോൾ അതുപോലെയാണ് ഒരു വീട് തന്നെ അടുത്തടുത്ത ബിൽഡിംഗ് ഇങ്ങനെ നിൽക്കുന്നു. ഒരെണ്ണം ബംഗ്ലാദേശിലാണെങ്കിൽ ഒരെണ്ണം ഇന്ത്യയിൽ. അവിടെ കൃത്യമായിട്ടുള്ള ബോർഡറോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത സംസ്ഥാനമായിട്ട് തമിഴ്നാടുമായിട്ട് നമുക്ക് എന്ത് ബോർഡറാണ്? വെറുതെ ഇങ്ങനെ കിടക്കില്ല, അതുപോലെ കിടക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ചുമ്മാ തോടും കനാലും പുഴയും വീടും ചെളിക്കുണ്ടും ഒക്കെ, അങ്ങനത്തെ സാധാരണ ഒരു ഗ്രാമത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു ഇമാജിനറി വര വരച്ചാൽ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലാണ്, തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇമാജിനറി ലൈൻ വരച്ചാൽ എങ്ങനെ ഇരിക്കും? അതൊക്കെയാണ് അവിടുത്തെ ബോർഡേഴ്സ്. അപ്പോൾ കൺട്രോൾ ചെയ്യുന്ന റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. മറ്റേതുപോലത്തെ ബോർഡർ പാകിസ്ഥാനുമായിട്ടുള്ള പോലെ അല്ല ഇത്. ബോർഡർ എന്ന് പറയുന്ന സിസ്റ്റം തന്നെ അവിടെയൊന്നും ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ നല്ലൊരു ശതമാനം സ്ഥലങ്ങളിലും ഇങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബിൽ വ്ളോഗൊക്കെ കിടപ്പുണ്ട്, എടുത്ത് നോക്കിയാൽ മതി. എന്തായാലും ഈ ഒരു TVക്കയുടെ കാര്യത്തെ പറ്റിയിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ സംസാരിക്കാം. ബംഗാളിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റുള്ള വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.